നമസ്കാരം. നിലവിലെ ജോലി ചെയ്തതിന് ശേഷമോ ബിസിനസ് ചെയ്തതിന് ശേഷമോ പഠിച്ചതിന് ശേഷമോ സമയം ബാക്കിയുണ്ടെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഫോണിൽ വെച്ചാൽ മതി. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 400 രൂപ അപ്പം തന്നെ കിട്ടും. അതുകൂടാതെ ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് ഏകദേശം 10-800 രൂപയോളം നിങ്ങൾക്ക് വരുമാനം ഡെയിലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട, വെറുതെ സിമ്പിളായിട്ട് വെച്ചാൽ മതി. സംഭവം ഇന്റർനെറ്റ് ഷെയർ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഇന്റർനെറ്റ് ഷെയർ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെ ഇടയിൽ ഒരു ജിജ്ഞാസ ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതൊക്കെ നടക്കുമോ, അങ്ങനെയുള്ള ഒരു ചിന്താഗതി, മനസ്സിലായി, ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയാം. എന്നാൽ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് വരുമാനം കിട്ടും, വരുമാനം കിട്ടുന്നുണ്ട്, വരുമാനം വിഡ്രോ ചെയ്തിട്ട് ലക്ഷങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചിന്തിച്ചപ്പോൾ എല്ലാവരും പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഇൻ്റർനെറ്റൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ കുറേ ഡാറ്റ, സ്വകാര്യ ഡാറ്റയൊക്കെ അടിച്ചുകൊണ്ട് ഒരിക്കലുമില്ല. അത് നമ്മുടെ ഈ IP, നമ്മുടെ ഈ സിസ്റ്റത്തിന് നമ്മുടെ ഒരു IP ഉപയോഗിച്ചിട്ടും അവർ മറ്റു പല പർപ്പസും ബിസിനസ് പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു യൂസ് ചെയ്യുന്നുണ്ട്. പല പർപ്പസ് ഉണ്ട്, അത്തരത്തിലുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് നമുക്ക് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ട് നെറ്റ് ഓൺ ചെയ്ത് എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നു അതിനനുസരിച്ചാണ് വരുമാനം. അതുപോലെ എത്രത്തോളം ഡാറ്റ നമ്മൾ ഷെയർ ചെയ്യുന്നു, നമ്മുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ആ വരുമാനമല്ല നമുക്ക് UK നിന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നേരെ 2-3 ഇരട്ടിയൊക്കെ ആയിട്ട് കിട്ടും. UAE നിന്ന് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കിട്ടും. അങ്ങനെ ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് റവന്യൂ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിഫറൻറ്റ് കൂടുതൽ IPs നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വരുമാനം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇത്തരത്തിലുള്ള കമ്പനികളൊന്നും ഫേക്ക് അല്ല, എല്ലാം ജെന്യൂനാണ്. നമുക്ക് കൃത്യമായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസയും കിട്ടും. അതിൽ യാതൊരുവിധ തർക്കമില്ല. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഇപ്പോൾ തന്നെ 400 രൂപ സമ്പാദിക്കാൻ റെഡിയാണെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് ഒരു 800 രൂപയോളം വരുമാനം ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ടും, ഇതിൻ്റെ പ്രോസസ് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കണം. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലാണ്. സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് കാണാനുള്ളത്. ആ 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 ഫുൾ നെയിം, 2 ഇമെയിൽ ID, 3 നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക, 4 ഇൻവിറ്റേഷൻ കോഡ് എൻ്റർ ചെയ്യുക. ഇൻവിറ്റേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ റെഫർ ലിങ്ക് ആണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻവിറ്റേഷൻ കോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും എൻ്റർ ചെയ്യേണ്ട. ഇനി കാണിച്ചില്ലെങ്കിൽ ഞാൻ കോഡ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ കോഡ് തന്നെ എൻ്റർ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ കോഡ് എൻ്റർ ചെയ്താലേ നിങ്ങൾക്ക് ആ 400 രൂപ കിട്ടുള്ളൂ. $5 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല. അപ്പോൾ ഇൻവിറ്റേഷൻ കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നിങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും ഇതേ കാര്യം പറയണം. റെഫർ ലിങ്ക് ഷെയർ ചെയ്യണം. ഇൻവിറ്റേഷൻ കോഡ് കാണിച്ചില്ലെങ്കിൽ ഈ ഒരു കോഡ് എൻ്റർ ചെയ്യണം എന്ന് അവരോട് പറയുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിങ്കും ഇൻവിറ്റേഷൻ കോഡും കൂടി വേണം നിങ്ങൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഇമെയിൽ വരും. വെൽക്കം ഇമെയിലാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ലോഗിൻ പേജിലേക്ക് വരിക. ലോഗിൻ പേജിൽ വന്നിട്ട് നമ്മുടെ മെയിൽ ID, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലാണ്. ഈ ഒരു ഡാഷ്ബോർഡിൽ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലേ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ മൊബൈലിനകത്താണ് കാണിക്കുക. നിങ്ങൾ മൊബൈലിലൂടെ ആയിരിക്കും ഇത് ആക്സസ് ചെയ്യുമ്പോൾ മൊബൈലിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്യാനത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സിമ്പിളായിട്ട് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വെക്കുക. ഈ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ വരണം പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആപ്പിനകത്തൂടെയും നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിനകത്ത് നമ്മുടെ റവന്യൂ എത്രത്തോളം നമ്മൾ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്തു, ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്തു, അതിനനുസരിച്ചുള്ള റവന്യൂ, 24 ഹവേഴ്സിലെ റവന്യൂ, ലാസ്റ്റ് 2 വീക്സ് റവന്യൂ, ലാസ്റ്റ് മന്ത്സിലെ റവന്യൂ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ API കീ ഉണ്ട്, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പേ ഔട്ട് സെക്ഷനിലേക്കാണ് പോകുന്നത്. പേ ഔട്ട് സെക്ഷനിൽ റെസിഡൻഷ്യൽ ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്തതിൻ്റെ ഏർണിങ്സ് എത്രയാണ്, അതുപോലെ ഡാറ്റ സെൻറ്ററിലെ ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്തതിൻ്റെ ഏർണിങ്സ് എത്രയാണ്, അതുപോലെ പെൻഡിങ് ബാലൻസ് അവൈലബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ റഫറൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റഫർ ലിങ്ക് ഉണ്ട്. നിങ്ങളുടെ റഫർ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സ് ജോയിൻ ചെയ്ത് അപ്പോൾ തന്നെ $5 ആ ഫ്രണ്ട്സിന് കിട്ടും. അതുപോലെ തന്നെ അവൻ എത്ര റവന്യൂ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു 10% റവന്യൂ നിങ്ങൾക്ക് കൂടെ കിട്ടും. അപ്പോൾ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഈ റഫർ ലിങ്ക് ഷെയർ ചെയ്യാം. അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയും കുറച്ച് റവന്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ റീസെറ്റ് പാസ്വേഡ്, അതുപോലെ തന്നെ ആക്റ്റീവ്, എത്ര ഡിവൈസുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, ഹെൽപ്പ് സെൻറ്റർ, API കീ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പേ ഔട്ടിൻ്റെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും 2 ഓപ്ഷനാണുള്ളത്, പേയ്പാളും ഗിഫ്റ്റ് കാർഡും. എല്ലാവർക്കും പേയ്പാൾ അക്കൗണ്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേയ്പാൾ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, പേയ്പാൾ അക്കൗണ്ട് ഓർ പേയ്പാൾ എന്നിട്ട് സ്പേസ് ഇട്ട് വിനീഷ് റോഡിൽ നിന്ന് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് പേയ്പാൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് മുഴുവനായിട്ട് പഠിക്കുക. പേയ്പാൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പേയ്പാളിന് ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലൊക്കെ
പേപ്പാൾ വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പേപ്പാൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ ID ആണ്, അതിലേക്കാണ് പൈസ അവർ അയക്കുക. ഈ ഒരു കമ്പനി സംബന്ധിച്ചിടത്തോളം $15 മിനിമം പേ ഔട്ട്. $1200 ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. പല കമ്പനികൾ $25-30 പേ ഔട്ട്. ഇത് $15 എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ്, ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കമ്പനികളൊന്നും ഫേക്ക് അല്ല, എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഈ അക്കൗണ്ട് ആവശ്യമില്ല, വല്ല പേടിയോ ഭയോ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. വിസിറ്റ് അവർ ഹെൽപ്ലെസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അവിടെ നോളജ് ബേസ് കാണാൻ പറ്റും. അതിനകത്ത് FAQs ഉണ്ട്, ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, എത്ര വരുമാനം കിട്ടും, ഒരു IP നിന്ന് എത്ര വരെ കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസ് ആയുള്ളത് ഇതിനകത്ത് ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് അതത് ഡിവൈസിൽ ആക്സസ് ചെയ്യുമ്പോൾ അതത് ഡിവൈസിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണിക്കാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്റർനെറ്റ് ഷെയർ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഒരു വെബ്സൈറ്റാണ് ഇത്. ഒരു 10ഓളം വെബ്സൈറ്റുകൾ ഇതുപോലെ നിങ്ങൾ കണ്ടെത്തി ആ വെബ്സൈറ്റുകൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലെല്ലാം ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെബ്സൈറ്റിൽ നിന്ന് $1 വെച്ച് ഡെയിലി കിട്ടിയ 10 വെബ്സൈറ്റിൽ $10 റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അന്വേഷിച്ച് പോയിട്ട് അവസരം മുതലാക്കുന്നവനെ സംബന്ധിച്ച് അവന് മാക്സിമം വരുമാനം കിട്ടും. അവസരം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത അന്വേഷിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടോ യൂട്യൂബ് നോക്കിയിട്ടോ ഒരു 5 പൈസ നമുക്ക് കിട്ടില്ല. നമ്മൾ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി എവിടെ നിന്ന് കണ്ടെത്തിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ നമുക്ക് വരുമാനമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ സമയം നശിപ്പിച്ചാളുന്ന ഫോണാണ്. അപ്പോൾ ആ നശിപ്പിച്ചാളുന്ന ഫോണിനെ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കുന്ന പരിപാടിയാണ് ഇതുപോലെയുള്ള ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ നോ ടെൻഷൻ, കാരണം പൈസ വന്നുകൊണ്ടിരിക്കുകയല്ലേ മറ്റുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എല്ലാവരും തുടരുക. തുടർന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ കൂടി ഇതൊക്കെ മനസ്സിലാക്കണം. ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ വീഡിയോകളായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.